സുഖല്ലേ? വെൽക്കം ടു സജിനാസ് കിച്ചൻ. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ട സാൻഡ്വിച്ച് ഇന്ന് റെഡിയാക്കിയാലോ? ഇതിനെ നിങ്ങൾക്ക് പൊറോട്ട റോൾ എന്നോ സാൻഡ്വിച്ച് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് 100% പൊളിയാണ്. കിഡ്സിനൊക്കെ എന്തായാലും ഇഷ്ടം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ? ഇനി ഒരു ബൗൾ എടുക്കാം. ഇതിലോട്ടേക്ക് ഒരു സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇനി കുക്കുംബറും ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്, മാറ്റി വെക്കാം. ഇനി ചൂടോടുകൂടി അടിച്ചെടുത്ത പൊറോട്ട നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കാം. തിരിച്ചും മറിച്ചും ഇതുപോലെ നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കാം. പിന്നെ പൊറോട്ടൻ്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇനി ഈ പൊറോട്ട ഒരു ഫോയിലിലോ ബട്ടർ പേപ്പറിലോ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ആവശ്യത്തിന് കെച്ചപ്പും മയണൈസും വെച്ച് കൊടുക്കുക. ഞാനിവിടെ കെച്ചപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി ആദ്യം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുക. ഇതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെക്കണം, എങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ബീഫ് ഫ്രൈ ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നല്ലൊരു ക്രഞ്ചിനെസ്സിന് വേണ്ടി നിങ്ങളുടെ ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ലൈസോ ചിപ്സോ ഏതെങ്കിലും ഒന്ന് ഇതിൻ്റെ മുകളിൽ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ലൈസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവും. മുകളിൽ കുറച്ചും കൂടി കെച്ചപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ടൈറ്റിൽ ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തവയിലിട്ട് വീണ്ടും ചൂടാക്കിയെടുക്കാം. പക്ഷേ വേണമെന്നില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല ഹെവിയാണ്. ഇതൊന്ന് കഴിക്കുമ്പോൾ തന്നെ വയറ് ഫില്ലാവും. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.